ഇവൻ എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന പ്രോസസ്സിലാണെങ്കിലും എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഇവൻ നറേഷൻ തുടങ്ങി. പക്ഷേ ഇവന്റെ ഇപ്പൊ സന്തോഷ് സാറാണെങ്കിലും ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു ഇവൻ നറേഷൻ ഭയങ്കര അടിപൊളിയായിട്ട് നറേറ്റ് ചെയ്യും. അത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ഇപ്പൊ റൂമിൽ 5 പേരുണ്ടെങ്കിൽ ഓരോരുത്തരെയും വിളിച്ചിരുത്തി ഇവൻ നറേഷൻ തരും. അപ്പൊ 5 വട്ടം നറേറ്റ് ചെയ്യുമ്പോഴും വേറെ വേറെ സ്റ്റൈലിലാണ് നറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിപ്പോ എല്ലാ വേർഷനും ഇവൻ ഉണ്ടാക്കി. അതായത് ഒരു ആക്ടറോട് പോയിട്ട് 20 മിനിറ്റിൽ അവർ കഥ പറയാൻ പറഞ്ഞാൽ 20 മിനിറ്റിൽ ഇവന് പറയാൻ പറ്റും. അരമണിക്കൂറിൽ പറയാൻ പറഞ്ഞാൽ 2 മണിക്കൂറിൽ പറയാൻ പറഞ്ഞാൽ അപ്പൊ കുറെ സ്ഥലത്ത് നറേറ്റ് ചെയ്ത് അപ്പൊ അതൊരു ഭയങ്കര പരിപാടി. പിന്നെ നറേഷനിൽ നമുക്ക് ഐഡിയ കടന്നു വരും. എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര രസം. അതായത് ഞാൻ പണ്ട് ഇതിന് റാം സാറെ പോയി കണ്ടപ്പോൾ റാം സാർ ഡയറക്ടർ റാം സാറെ കണ്ട ഒരു ദിവസം മൊത്തം ഞങ്ങൾ പുള്ളിയുടെ സംസാരിച്ചിരിക്കും. പുള്ളി പറഞ്ഞാണ് ഇന്നൊന്ന് 2.5 മണിക്കൂർ ആരും കഥ പറയില്ല. ഞാൻ ചോദിച്ചു സാർ പണ്ട് നിങ്ങൾ ആദ്യ പടം ചെയ്യും, ഇപ്പം സാർക്ക് പറയണ്ട, ആദ്യ പടം ചെയ്യുമ്പോൾ കട്ടത് തമിഴ് ചെയ്യുമ്പോൾ സാർ എന്ത് ചെയ്തു 1.5 മണിക്കൂർ പറയാന്നുകൊണ്ട് പോകും. പിന്നെ പറയുന്ന ഫ്ലോയിൽ വരുന്നതൊക്കെ ചേർത്ത് 1 മണിക്കൂറായിട്ട് പറയും. അപ്പം എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു 10 പേരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ ആയി. ആദ്യമായിട്ട് കഥ പറയുമ്പോൾ കഥ പറയുന്ന സമയത്ത് പല ഐഡിയാസും വരും. കാരണം ഓരോ കഥ പറച്ചിലും നമ്മൾ ഓരോ തവണ സിനിമ കാണാം. അവരിലൂടെ ഇങ്ങനെ സിനിമ കണ്ട് പോകണു. അപ്പോൾ അവർക്ക് ഓഫ് ആക്ട് അവിടെ ഉണ്ടാക്കുന്നു. കാരണം ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി അഭിപ്രായം പറയാതെ തന്നെ എനിക്കറിയാം വർക്കായില്ലേ എന്ന്. പുള്ളിയുടെ മുഖത്തുനിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവരുടെ അടുത്ത് കഥ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു, വർക്ക് ചെയ്തു, സെക്കൻഡ് ഹാഫ് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ പിന്നെ എനിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരുടെ ഗുണം, ഇവരൊന്നും അങ്ങനെ ഗംഭീരതൊന്നും പറയൂല. ഇവർ അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, അത് പറഞ്ഞു, വീണ്ടും പറഞ്ഞു. അതിൽ 1-2 പേര് ഭയങ്കര എന്ന് പറയും, പ്രശ്നങ്ങൾ പറഞ്ഞു, വീണ്ടും വർക്ക് ചെയ്തു. ഇപ്പം നമുക്ക് ഓക്കെ പുറത്ത് പറയാം എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരുന്ന സമയത്ത് നമ്മളത് പോയി പറയുന്നു.